പലതരത്തിൽ വിഷമിക്കുന്നവരുണ്ട്. ഇന്ന് യാത്ര ചെയ്യുന്നവരെ മുഴുവനെ അങ്ങേക്ക് തിരുസേന സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഓഫീസുകൾ, കോളേജുകൾ, സ്കൂളുകൾ, പരീക്ഷാ ഹാളുകൾ സന്ദർശിക്കുന്ന അവിടെ പോകുന്ന എല്ലാ മക്കളെയും, പരീക്ഷ എഴുതുന്ന മക്കളെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു. അവർക്ക് കൃത്യമായി ഓർമ്മശക്തി കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ പഠിച്ചത് മറന്നു പോകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പഠിച്ച പരീക്ഷയെ പ്രതിഫലിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ചോദിക്കാമെന്ന് അറിയത്തില്ല, എങ്കിലും ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവർ പഠിച്ചത് തന്നെ പരീക്ഷയ്ക്ക് വരാൻ ഇടയാക്കണമേ. അതുപോലെ അതിനെ പഠനത്തിൽ അല്പം പുറകെയായിപ്പോയ മക്കളെ അതുവഴി നീ രക്ഷപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇനി അവർക്കൊരു പരീക്ഷ പഠിക്കാനൊരു അവസരം കിട്ടിയാൽ അവർ ഇന്നത്തെ പോലെ ഉഴപ്പത്തിൽ നല്ലപോലെ പഠിച്ചോളാമെന്ന് അങ്ങയോട് പറയുന്ന അനേകം മക്കൾ പശ്ചാത്താപത്തെ പരീക്ഷയ്ക്ക് പോകുന്നുണ്ട്. ഇനി എല്ലാം കർത്താവ് നിന്റെ കൈകളിലാണ്. അവരെല്ലാം നീ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ ഓരോ മക്കളെയും ഞങ്ങൾ ഈശോയുടെ നാമത്തെ ആശീർവദിക്കുന്നു. അതുപോലെ ജോലിക്ക് പോകുന്നവർ ആശീർവദിക്കുന്നു. ജോലിയിൽ ആവശ്യമായ ശമ്പളം കിട്ടാത്തവരുണ്ട്. ജോലി ടെർമിനേറ്റ് ചെയ്യണോ, എഴുതി കൊടുക്കണോ, ടെർമിനേഷൻ പേപ്പർ കൊടുക്കണോ, പേപ്പർ ഇടണോ വേണ്ടേ എന്നൊക്കെ ചിന്തിച്ച് വിഷമിക്കുന്നവരുണ്ട്. അവർക്കെല്ലാം കൃത്യമായി തീരുമാനം എടുക്കാനും കർത്താവെ, അവർക്ക് അതിനേക്കാൾ ബെറ്ററായി ജോലി കിട്ടുമെന്ന് ഉറപ്പ് വന്നാൽ മാത്രമേ ആരുടെയും സമ്മർദ്ദം അകപ്പെട്ട് കർത്താവ് ജോലി നഷ്ടപ്പെടാൻ അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഗർഭിണികളായ അമ്മമാരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഗർഭത്തെ ശിശുവിന് എന്തെങ്കിലും തകരാറുകളോ, ഗർഭശിശുവിൻ്റെ ഹൃദയത്തിന് ഹോളുകളോ, ഓട്ടിസത്തിന് പലതരത്തിൽ വിഷമിക്കുന്നവരുണ്ട്. ഇന്ന് യാത്ര ചെയ്യുന്നവരെ മുഴുവനെ അങ്ങേക്ക് തിരുസേന സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഓഫീസുകൾ, കോളേജുകൾ, സ്കൂളുകൾ, പരീക്ഷാ ഹാളുകൾ സന്ദർശിക്കുന്ന അവിടെ പോകുന്ന എല്ലാ മക്കളെയും, പരീക്ഷ എഴുതുന്ന മക്കളെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു. അവർക്ക് കൃത്യമായി ഓർമ്മശക്തി കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ പഠിച്ചത് മറന്നു പോകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പഠിച്ച പരീക്ഷയെ പ്രതിഫലിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ചോദിക്കാമെന്ന് അറിയത്തില്ല, എങ്കിലും ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവർ പഠിച്ചത് തന്നെ പരീക്ഷയ്ക്ക് വരാൻ ഇടയാക്കണമേ. അതുപോലെ അതിനെ പഠനത്തിൽ അല്പം പുറകെയായിപ്പോയ മക്കളെ അതുവഴി നീ രക്ഷപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇനി അവർക്കൊരു പരീക്ഷ പഠിക്കാനൊരു അവസരം കിട്ടിയാൽ അവർ ഇന്നത്തെ പോലെ ഉഴപ്പത്തിൽ നല്ലപോലെ പഠിച്ചോളാമെന്ന് അങ്ങയോട് പറയുന്ന അനേകം മക്കൾ പശ്ചാത്താപത്തെ പരീക്ഷയ്ക്ക് പോകുന്നുണ്ട്. ഇനി എല്ലാം കർത്താവ് നിന്റെ കൈകളിലാണ്. അവരെല്ലാം നീ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ ഓരോ മക്കളെയും ഞങ്ങൾ ഈശോയുടെ നാമത്തെ ആശീർവദിക്കുന്നു. അതുപോലെ ജോലിക്ക് പോകുന്നവർ ആശീർവദിക്കുന്നു. ജോലിയിൽ ആവശ്യമായ ശമ്പളം കിട്ടാത്തവരുണ്ട്. ജോലി ടെർമിനേറ്റ് ചെയ്യണോ, എഴുതി കൊടുക്കണോ, ടെർമിനേഷൻ പേപ്പർ കൊടുക്കണോ, പേപ്പർ ഇടണോ വേണ്ടേ എന്നൊക്കെ ചിന്തിച്ച് വിഷമിക്കുന്നവരുണ്ട്. അവർക്കെല്ലാം കൃത്യമായി തീരുമാനം എടുക്കാനും കർത്താവെ, അവർക്ക് അതിനേക്കാൾ ബെറ്ററായി ജോലി കിട്ടുമെന്ന് ഉറപ്പ് വന്നാൽ മാത്രമേ ആരുടെയും സമ്മർദ്ദം അകപ്പെട്ട് കർത്താവ് ജോലി നഷ്ടപ്പെടാൻ അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഗർഭിണികളായ അമ്മമാരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഗർഭത്തെ ശിശുവിന് എന്തെങ്കിലും തകരാറുകളോ, ഗർഭശിശുവിൻ്റെ ഹൃദയത്തിന് ഹോളുകളോ, ഓട്ടിസത്തിന്